ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ദേവഗായത്രി ഭാഗം 4. മോളെ ഗായത്രി, നീ എന്താ ഇവിടെ? മാധവ് മരിച്ച പിന്നെ നിന്നെ ഇങ്ങോട്ടൊന്നും കണ്ടിട്ടേ ഇല്ലല്ലോ. നീ അങ്ങ് വളർന്നു പോയല്ലോടി കൊച്ചേ. പണ്ട് ഞാനൊരു പോലെ ഇരുന്നിരുന്ന പെണ്ണാ. ഇപ്പൊ കണ്ടില്ലേ, തടിച്ച് കൊഴുത്ത്. 2 നില മാളികയുടെ മുന്നിലെ ചാരുകസയിൽ ഇരുന്നു കൊണ്ട് കേശവൻ ഒരു വഷളച്ചിരിയോടെ പറഞ്ഞു. അയാളുടെ സംസാരത്തിൽ അറപ്പ് തോന്നിയെങ്കിലും അയാളോട് സംസാരിക്കേണ്ടത് തന്റെ ആവശ്യമാണ് എന്ന ബോധം ഉള്ളതുകൊണ്ട് ഉയർന്നു വന്ന ദേഷ്യം ഗായത്രി കടിച്ചു പിടിച്ചു നിന്നു. അങ്കിൾ പ്ലീസ്, ഞാനിപ്പോൾ വന്നത് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടാതെ ഗായത്രി നിന്ന് പരുങ്ങി. നീ ഇങ്ങനെ നിന്ന് പരുങ്ങാതെ വേഗം കാര്യം പറ. എൻ്റെ കെട്ടിയോൾ ഇപ്പോൾ വരും, പർച്ചേസിങ് കഴിഞ്ഞ്. നിന്നെ എൻ്റെ ഒപ്പം കണ്ടാൽ പിന്നെ അത് മതി. അവൾ ഈ വീട് അങ്ങെടുത്ത് മറച്ചു വെക്കും. ഒടുക്കത്തെ സംശയമാന്നേ. അങ്കിൾ, അമ്മ ഹോസ്പിറ്റലിലാണ്. അർജൻറ്റായി ഒരു സർജറി നടത്തണം. അതിന് കുറച്ച് പണം വേണം. അങ്കിൾ വിചാരിച്ചാൽ. അയാളോട് പണം ചോദിക്കേണ്ടി വന്നതിൽ അപമാനം തോന്നിയെങ്കിലും അമ്മയുടെ മുഖമോർത്തുകൊണ്ട് അവൾ ചോദിച്ചു. വായിലെ മുറുക്കാൻ മുറ്റത്തേക്ക് നീട്ടിത്തുപ്പിക്കൊണ്ട് കേശവൻ പറഞ്ഞു. അത് എന്നെ വർത്താനമാടി കൊച്ചേ. കാര്യം, ഞാനും നിന്റെ അച്ഛൻ മാധവനും ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു എന്ന് സത്യം തന്നെ. പക്ഷേ ആ ബന്ധമൊക്കെ അന്നേ അവസാനിച്ചതല്ലേ. പിന്നെ എന്തിൻ്റെ പേരില്ല ഞാൻ നിന്നെ സഹായിക്കണ്ടേ? അങ്കിൾ, പണ്ടത്തെ ബന്ധം പറഞ്ഞു പണം വാങ്ങാനല്ല ഞാൻ വന്നത്. അന്ന് നടന്നത് എന്താണെന്ന് എനിക്കും എന്നേക്കാൾ നന്നായി അങ്കിളിനും അറിയാം. അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് പൈസ കടമായി തന്നാൽ മതി. ഞാൻ പണിയെടുത്ത് എത്രയും പെട്ടെന്ന് തിരിച്ചു തന്നോളാം. ഈ നാട്ടിൽ എനിക്കധികം പരിചയക്കാരില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ശരി, എത്ര വേണം നിനക്ക്? കുറച്ചു നേരം ചിന്തിച്ചിരുന്നതിന് ശേഷം കേശവൻ ചോദിച്ചു. 5 ലക്ഷം. എന്നാ ശരി. ഈട് വെക്കാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? വീടിൻ്റെ ആധാരോ അതോ സ്വർണ്ണോ? വേഗം എടുക്ക്. അങ്കിൾ, ഇത് രണ്ടുമില്ല. അറിയാലോ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ ഇവിടെ ആർക്കും അധികം അറിയില്ല. അതുകൊണ്ട് തന്നെ ഈടില്ലാതെ ആരും പൈസ തരില്ല. അങ്കിളിന് എന്നെ അറിയാലോ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നീ എന്നെ പറ്റിച്ചാലോ? വിശ്വസിക്കണം അങ്കിൾ. എൻ്റെ അച്ഛൻ അങ്കിളിനെ വിശ്വസിച്ചില്ലേ? അതുപോലെ ഒരു തവണ പ്ലീസ് അങ്കിൾ. അവസാനത്തെ കച്ചിത്തുരുമ്പായി കണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സഹായിക്കണം. ശരി, നീ അകത്തോട്ട് വാ. ഞാൻ പണമിടപാടൊന്നും പുറത്തു വെച്ച് നടത്താറില്ല. സ്ഥായിയായ വഷളച്ചിരിയോടെ അതും പറഞ്ഞ് കേശവൻ അകത്തേക്ക് നടന്നു. ഒന്നും അടിച്ചു നിന്നെങ്കിലും കളയാൻ നേരമില്ലാത്തതിനാൽ അവളും അയാൾക്കൊപ്പം നടന്നു. അകത്തു കയറിയ ഗായത്രിക്കരികിലേക്ക് കുറച്ച് നോട്ടുകെട്ടുകളുമായി കേശവൻ നടന്നെടുത്തു. നീ ചോദിച്ച പണം വാങ്ങിച്ചോ? നീട്ടിപ്പിടിച്ച കെട്ടുകൾ കൈനീട്ടി വാങ്ങുമ്പോഴും അത് വിശ്വസിക്കാൻ അവൾക്കായില്ല. 2 കൈയും കൂപ്പി നന്ദി പറഞ്ഞു അവൾ തിരിച്ചു നടന്നതും അവളുടെ മൃദുലമായ കൈകളിൽ 2 ബലിഷ്ഠമായ കരങ്ങൾ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. ഞെട്ടലോടെ ഗായത്രി തിരിഞ്ഞു നോക്കിയതും കണ്ടു മുഖത്ത് വല്ലാത്തൊരു ഭാവത്തോടെ നിൽക്കുന്ന കേശവനെ. അത് കണ്ടതും അവളിൽ വല്ലാത്ത ഭയം നിറഞ്ഞു. ആരുമില്ല നടന്നിട്ടും അകത്തേക്ക് വരാൻ തോന്നിയ നിമിഷത്തെ അവൾ സ്വയം പഴിച്ചു. നീ അങ്ങനെ പോയാലെങ്ങനാ? ഈ പൈസ നീ എടുത്തോ, എനിക്ക് തിരിച്ചു തരേണ്ട. പക്ഷേ പകരമായി നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ആരൊന്നും അറിയില്ല. ഒരു 10 മിനിറ്റ് റൂമിലേക്ക് പോകാം. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ ഒരു നിമിഷം അവൾ തരിച്ചു നിന്നു. അടുത്ത നിമിഷം ഉള്ള ശക്തിയെല്ലാം സംഭരിച്ച് അവൾ അയാളെ ആഞ്ഞു തള്ളി. നിലതെറ്റിയ അയാൾ നിലത്ത് തലയിടിച്ചു വീണു. തല പൊട്ടി ചോരയൊലിച്ചു ബോധമില്ലാതെ കിടക്കുന്ന അയാളുടെ നേർക്ക് കയ്യിലെ പണപ്പൊതി എറിഞ്ഞ് അവൾ അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഞാൻ അപ്പോൾ നിന്നോട് പറഞ്ഞതല്ലേ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന്. അപ്പം എന്തൊക്കെയായിരുന്നു? ഇപ്പം എന്തായി? നീ അത് വിട്ട് വേറെ ആളെ അന്വേഷിക്കാൻ നോക്ക്. അജുവിനോട് ഫോണിലൂടെ പുച്ഛത്തോടെ ദേവ പറഞ്ഞതും അജു മറുവശത്ത് ദേഷ്യത്തോടെ പല്ലിറുമി. പിന്നെ ആ സ്ത്രീയുടെ സർജറി വേഗം നടത്താൻ ഡോക്ടർ വർമ്മയോട് നീ പറയണം. എന്നിട്ട് വേഗം ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യൂ, വൈകിക്കണ്ട. ഡ്രൈവിങ്ങിനിടയ്ക്ക് വന്ന അജുവിൻ്റെ കോളിന് മറുപടി കൊടുത്തുകൊണ്ട് ദേവ വണ്ടിക്ക് സ്പീഡ് ഒന്നുകൂടി കൂട്ടി. അതെന്തിനാടാ? അവൾ നിന്നെ സഹായിച്ചില്ലല്ലോ. പിന്നെന്തിനാ അവളുടെ അമ്മയുടെ സർജറിക്ക് നീ പൈസ കൊടുക്കുന്നേ? ഉയർന്ന ആകാംക്ഷയോടെ അജു ചോദിച്ചു. എടാ പൊട്ടാ, നമ്മൾ എത്രയോ പേരെ അങ്ങനെ സഹായിക്കുന്നുണ്ട്.
അതൊക്കെ തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചാണോ? ഇതും അതുപോലെ തന്നെ. ബാക്കി കാര്യങ്ങൾ എന്തോ ആവട്ടെ, ഒരാളുടെ ജീവൻ വെച്ച് കളിക്കാൻ എനിക്കിഷ്ടമില്ല. നീ വേഗം ഞാൻ പറഞ്ഞത് ചെയ്ത് സൈറ്റിലേക്ക് വാ. ഞാനിപ്പോൾ അങ്ങോട്ടാ പോണേ. ഒരു ദിവസം കൂടി നോക്കട്ടെ, എന്നിട്ടാവാം. എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ചാലോ? നീ എന്തെങ്കിലും ചെയ്, ഞാൻ വെക്കുക. ദേവ ഫോൺ കട്ടാക്കിയതും വണ്ടിക്ക് മുന്നിൽ ആരോ ഒരാൾ ചാടി വീണതും ഒരുമിച്ചായിരുന്നു. സർവ്വദൈവങ്ങളെയും വിളിച്ച് അവൻ കണ്ണടച്ച് സഡൻ ബ്രേക്ക് ചവിട്ടി. ഒരു നിമിഷം തന്റെ ഉയർന്ന ഹൃദയമിടിപ്പ് അടക്കിയ ശേഷം കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൻ കണ്ടത് വണ്ടിക്ക് മുന്നിൽ തന്നെ നോക്കി നിൽക്കുന്ന ഒരു പെണ്ണിനെയാണ്. മോളെ, നിനക്ക് ചാടിച്ചവൻ എൻ്റെ വണ്ടിയെ കണ്ടുള്ളൂ. ഡോർ ചവിട്ടി തുറന്ന് പുറത്തിറങ്ങി വണ്ടിക്ക് മുന്നിൽ നിൽക്കുന്നവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് കവിളിൽ ആഞ്ഞടിച്ചു അവൻ. അടിയുടെ ആഘാതത്തിൽ അവൾ നിലത്തേക്ക് വീണു. എന്നാൽ അടിയുടെ വേദനയോ ദേവയുടെ വാക്കുകളോ അവൾ അറിയുകയോ കേൾക്കുകയോ ചെയ്തിരുന്നില്ല. സ്വന്തം മാനം രക്ഷിക്കാനായി കേശവന്റെ അടുത്തു നിന്ന് ഓടുമ്പോൾ മുന്നിലുള്ളത് ഒന്നും തന്നെ അവൾ കണ്ടിരുന്നില്ല. സ്വന്തം മാനത്തിന് വരെ വില പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിൽ വന്ന ഒറ്റ ചിന്ത മരണം എന്നതായിരുന്നു. ആ നിമിഷം അവൾ അമ്മയെയും അനിയത്തിമാരെയും ഒന്നും തന്നെ ഓർത്തില്ല. അത്രയ്ക്ക് തളർന്നുപോയിരുന്നു ഗായത്രി. അപ്പോൾ മരിക്കണമെന്നു വിചാരിച്ചു തന്നെയാണ് അവൾ സ്പീഡിൽ വരുന്ന കാറിന് മുന്നിലേക്ക് എടുത്തു ചാടിയത്. അടി കിട്ടിയിട്ടും ഒരക്ഷരം തിരിച്ചു പറയാതെ, വീണ്ടെടുത്തു നിന്ന് ഒന്ന് എണീക്കുക പോലും ചെയ്യാതെ ദൂരേക്ക് നോക്കിയിരിക്കുന്ന അവളെ ദേവ സൂക്ഷിച്ചു നോക്കി. വെളുത്ത നിറം, അരയ്ക്കു താഴെ ഇടതോർന്ന് അലങ്കുലമായി കിടക്കുന്ന കേശം, വിടർന്ന ചുണ്ടുകൾ, ചമയങ്ങളൊന്നും തന്നെയില്ലെങ്കിലും ആരെയും ആകർഷിക്കുന്ന മുഖം. എന്നാൽ കണ്ണുകൾ കരഞ്ഞു കലങ്ങി ചെമ്പരത്തിപ്പൂ പോലെ ആയിരിക്കുന്നു. ഒരു നിമിഷം അവളുടെ ഭംഗി ലയിച്ചു നിന്ന ദേവയ്ക്ക് പെട്ടെന്ന് സ്ഥലകാലബോധമുണ്ടായി. എന്നാൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഒന്നും അറിയാത്ത പോലെ ദൂരേക്ക് നോക്കിയിരിക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് കൂടുതൽ ദേഷ്യം വന്നു. ഒന്ന് എണീറ്റ് മാറുന്നുണ്ടോ? എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. നിനക്ക് ചാവാനാണേൽ വേറെ വണ്ടി നോക്ക്. ദാ ആ കാണുന്നതാണ് റോഡ്. അതിൻ്റെ നടുക്ക് കയറി നിന്നാൽ മതി. അത് കേട്ടിട്ടും അവൾക്ക് ഒരു അനക്കവും ഇല്ലെന്ന് കണ്ട് അവൻ ദേഷ്യത്തോടെ തിരിച്ചു കാറിൽ കയറി റിവേഴ്സ് എടുത്തു കാർ അവളെ മറികടന്ന് മുന്നോട്ട് എടുത്തു. ഗായത്രിയുടെ കണ്ണിൽ അപ്പോൾ ദൂരെ നിന്ന് വരുന്ന ഒരു ലോറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ലോറിയെ ലക്ഷ്യമാക്കി നടന്നു. കുറച്ചു മുന്നോട്ട് പോയി സൈഡ് മിററിൽ കൂടി നോക്കിയപ്പോൾ ദേവ കണ്ട കാഴ്ച അവളുടെ ആ നടത്തമായിരുന്നു. പന്തികേട് തോന്നി അവൻ കാർ ഒതുക്കി അവളെ ഫോളോ ചെയ്ത് നടന്നു. ലോറി അടുക്കും തോറും ഗായത്രിയുടെ നടത്തത്തിന്റെ വേഗത കൂടി. പിന്നെ അതൊരു ഓട്ടമായി. ലോറി തൊട്ടടുത്തെത്തിയതും അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. എന്നാൽ പിന്നിൽ വന്ന ദേവ ഒരു നിമിഷം പകച്ചു നിന്നെങ്കിലും അടുത്ത നിമിഷം അവളുടെ അരക്കെട്ടിലൂടെ കൈകൾ മുറുക്കി ചുറ്റിപ്പിടിച്ച് ബലമായി ലോറിയുടെ മുന്നിൽ നിന്നും മാറ്റി. അവന്റെ കയ്യിൽ കിടന്നു അവൾ ശക്തമായി കുതറി. ഒരു ഭ്രാന്തിയെപ്പോലെ അലറി വിളിച്ച് തന്റെ കൈ ശക്തമായി അടർത്തി മാറ്റുവാൻ ശ്രമിക്കുന്നവളെ ഒട്ടും അടക്കുവാൻ കഴിയാതെ വന്നതും അവളെ തിരിച്ചു നിർത്തി അവൻ കവിളത്ത് ഒന്നുകൂടി ശക്തിയായി അടിച്ചു. വാടിത്തളർന്ന ചേമ്പില കണക്കെ മയങ്ങി അവൾ അവന്റെ കൈകളിലേക്ക് വീണു. എന്താ ദേവ, എന്തിനാ നീ വേഗം എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും? ഒന്ന് വേഗം പറ, എന്താ ഉണ്ടായേ? കാഷ്വാലിറ്റിക്ക് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനോടെ നടന്നിരുന്ന ദേവയെ പിടിച്ചു നിർത്തി അങ്ങോട്ട് ഓടിക്കിതച്ചു വന്ന അജു ചോദിച്ചു. ഉണ്ടായ സംഭവങ്ങൾ എല്ലാം ദേവ അവനോട് പറഞ്ഞു. കർത്താവേ, കൊന്നോ നീ അതിനെ? അത് ചോദിക്കുമ്പോൾ അജുവിന്റെ ശബ്ദം വല്ലാതെ ഉയർന്നിരുന്നു. അത് കേട്ടതും ദേവ ചുറ്റുമൊന്നു നോക്കി അവന്റെ വായ തന്റെ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു. ഒന്ന് പോയേടാ, അവന്റെ ഒടുക്കത്തെ നാക്ക്. ഒരടിക്കൊന്നും ഒരാൾ ചാവില്ല. മുഖത്ത് ദേഷ്യമാണെങ്കിലും അവന്റെ ശബ്ദത്തിലെ പതർച്ച അജുവിന് മനസ്സിലായിരുന്നു. അവൻ ബലമായി ദേവയുടെ കൈ എടുത്തു മാറ്റി. ഒന്നല്ലല്ലോ, 2. അത് നിന്റെ ആ മരക്കൈ കൊണ്ട്. പറയാൻ പറ്റില്ല, അതൊക്കെ മതി ചാവാൻ. എന്നിട്ട് ഡോക്ടർ എന്തു പറഞ്ഞു? ആ, എനിക്കറിയില്ല. അങ്ങേര് ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. അത് പറയുമ്പോൾ ദേവയുടെ മുഖത്തുള്ള ടെൻഷൻ കണ്ടതും അജുവിന് അത്ഭുതം തോന്നി. അവന്റെ സ്വന്തമല്ലാത്ത ഒരാൾക്ക് വേണ്ടി ആദ്യമായാണ് അവനിൽ ഇങ്ങനെയൊന്ന് കാണുന്നത്. ആ കുട്ടിയുടെ റിലേറ്റീവ്സിനെ ഡോക്ടർ വിളിക്കുന്നുണ്ട്. പുറത്തുനിന്ന് സംസാരിച്ചിരുന്ന ദേവയുടെയും അജുവിൻ്റെയും അടുത്തേക്ക് വന്നുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു. നീ ചെല്ല്, ഞാൻ പോവുക. അയ്യടാ, നീ അല്ലേ തല്ലി ആ പെണ്ണിനെ ഇവിടെയാക്കിയത്? എന്നിട്ട് എന്നോട് ചെല്ലാനോ? നടക്കില്ല മോനെ, നടക്കില്ല. പോകുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച്.
ഓ, മനുഷ്യന് നേരം കളയാനായിട്ട് ഓരോ മാനങ്ങൾ വരുന്നതേ. അവിടെ ഇട്ടിട്ട് പോന്നാ മതിയെന്നു. നടക്ക്. അതും പറഞ്ഞ് രണ്ടാളും ഡോക്ടറുടെ റൂമിനെ ലക്ഷ്യമാക്കി നടന്നു.